ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വീടിന്റെ അകത്തേക്ക് കടന്നു വന്നു. ആയിഷ ബീബി പടച്ചവനെ പൊട്ടിക്കരയുകയാ. തലവേദനയാണെന്ന് പറഞ്ഞ് ആയിഷ ബീബി കരയുമ്പോ റസൂലുള്ളാഹി തങ്ങള് പറഞ്ഞു, കരയണ്ട ആയിഷ, ഞാൻ ജീവിച്ചിരിക്കുമ്പോഴാണ് നീ മരിച്ചു പോകുന്നതെങ്കിലോ നിന്റെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കും, നിന്റെ കഫം ഞാൻ പൊതിയും, നിനക്ക് വേണ്ടി എന്റെ കൈകൊണ്ട് ഖബർ കുഴിക്കും, എന്നിട്ട് എന്റെ കൈകൊണ്ട് നിന്നെ ഞാൻ ഖബറിൽ ഇറക്കി വെക്കും. റസൂലുള്ളാഹി പറയുകയാ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയത് അവിടെയാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവിടെ അല്ലേ നിർത്തിയേ? റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു, പ്രവാചകന് തലവേദനയാണ്, വീട്ടിലേക്ക് കടന്നു വന്നു. ആ സമയത്താണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തലവേദന എടുത്ത് വീടിന്റെ അകത്ത് കിടക്കുന്നത്. പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ആയിഷ, ഈ തലവേദന വന്ന് നീ മരണപ്പെട്ട നിന്റെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കും, നിന്നെ ഞാൻ കഫം പൊതിയും, നിനക്ക് വേണ്ടി നിന്നെ ഞാൻ മയ്യത്ത് നമസ്കരിക്കും, എന്റെ കൈ കൊണ്ട് ഖബർ കുഴിച്ച് നിന്നെ ഖബറിന്റെ അകത്ത് ഞാൻ ഖബറടക്കും. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഇത് കേട്ടപ്പോൾ അങ്ങോട്ട് സഹിച്ചില്ല. അവിടെ നിന്ന് ചോദിച്ചു, നബി ഇപ്പൊ അങ്ങനെ വേണ്ട, ഇപ്പൊ അങ്ങനെ വേണ്ട. തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇങ്ങനെ പറയുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ തന്റെ ഭാര്യയുടെ മനസ്സറിയണമല്ലോ, തന്റെ ഭാര്യയുടെ മനസ്സറിയണമല്ലോ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ, എനിക്കും വല്ലാതെ തലവേദനിക്കുന്നു ആയിഷ, എനിക്കും വല്ലാതെ തലവേദനിക്കുന്നു ആയിഷ.